ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ പുതിയൊരു സെഗ്മെൻറ്റ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് ചുമ്മാ വാട്ട്സ് ഇൻ മൈ ബാഗ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഒക്കെ ചെയ്യുന്ന കാണുമ്പം നമുക്കൊന്ന് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി, അങ്ങനെ ചെയ്യുന്ന കേട്ടോ. അപ്പം ഞാനും പൊന്നും ബാഗ് കേട്ടിവിടെ ഹാജരായിട്ടുണ്ട്. സാധാരണ എനിക്ക് വലിയ ബാഗാണ് കേട്ടോ, സ്കൂൾ ബാഗ് പോലത്തെ ബാഗ്. ആ ബാഗുമായിട്ട് അനിയൻ ഹോസ്പിറ്റലിലോട്ട് ചോറ് കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ അതിൻ്റെ സാധനങ്ങളെല്ലാം ചെറിയ ബാഗിലാണ് എല്ലാം. വലിയ ബാഗിൽ മിക്കവാറും ഒരു ജോഡി ഡ്രസ്സും പിന്നെ അതിൻ്റെ അകത്തോട്ട് ഈ ബാഗ് കൂടി ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മുറിയിൽ വെട്ടമില്ലാത്തതുകൊണ്ട് ഞാനും പൊന്നും കൂടി അവിടെ വന്നേക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടു, ഞാനും പൊന്നും കൂടി നമ്മളെ വീടിൻ്റെ വാർക്കമേളിലാണ് കേട്ടോ. ഇത് പരിസരത്തൊന്നും ആളുവാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുള്ള് നാട്ടുകാരുടെ പറമ്പെല്ലാം കാടും മൂടി കിടക്കുകയാണ്. നമുക്ക് അതിൽ പൈസയൊക്കെ ആയി കഴിയുമ്പോൾ ടൗണിലോട്ട് ഇറങ്ങി പോകണം. അപ്പം നമ്മളെ ബാഗ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ബാഗ് ആദ്യം ഇത് പുറത്തുനിന്നുള്ള ഈ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ബാഗ് ഞാൻ ആദ്യം പൊന്നൂന് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്തോ ആവശ്യത്തിന് ഞാനത് വീണ്ടും പൊന്നൂൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. പിന്നെ ഇപ്പം അതെൻ്റെ കയ്യിൽ തന്നെയാണ് കേട്ടോ. ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. പള്ളി തുറന്ന് കാണിക്കാം. അടിപൊളി പൊട്ട്, ഐടെക്സിൻ്റെ പൊട്ടാണ് കേട്ടോ. ഇത് മിനിഞ്ഞാന്ന് മേടിച്ച പൊട്ടാണ്. പിന്നെ പേന, എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു പേന കാണും. നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എഴുതൊക്കെ വേണം, പേന വേണം. ഇതെന്താടോ, നീതി ലാബിൻ്റെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നടത്തിയതിൻ്റെ ഇതാണ് കേട്ടോ. ബില്ലാണ്. ലിവറിന് കുഴപ്പമൊന്നുമില്ല, അവിടെ തന്നെ ഉണ്ട് കേട്ടോ. കിള്ളിപ്പറിച്ച് അതിൻ്റെ ആത്മാവും കൂടി പുറത്തു വന്നു. ഇനി അതിലൊന്നുമില്ല. ഒരു ഇറുക്കിയുണ്ട്. പിന്നെ ഇത് ഭയങ്കര രസം പിടിച്ച കഥകളാണ്. ബസ്സിൻ്റെ ബസ് ടിക്കറ്റ്. പിന്നെ ബാഗിൽ 5 1 6 രൂപയുണ്ട്. പിന്നെ ഒരു ലോക്കറ്റ്, വേളാങ്കണ്ണി മാതാവിൻ്റെ ഇതുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ. ലോക്കറ്റ്, അത്ര സാധനങ്ങൾ അവിടെ ഉണ്ട്. നമുക്ക് ബാഗ്, എൻ്റെ പേഴ്സ് ഈ പേഴ്സ് മേടിച്ചിട്ട് ഒരുപാട് വർഷമായ പേഴ്സാണ് കേട്ടോ. ഒരു 8-9 വർഷമെങ്കിലായി കാണും പേഴ്സ് വാങ്ങിയിട്ട്. ഇതുപോലെ തന്നെ ഒരു ഈ ബ്ലൂ കളറുള്ള ഒരു പേഴ്സ് കൂടി ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഈ പേഴ്സിൻ്റെ പണിക്കുറ്റ ആൾക്കാർ തീരാറായി. അപ്പം ഇനി ആ പേഴ്സ് എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇവിടെ തരുമോയെന്ന് അറിയത്തില്ല കേട്ടോ. ഇവളുടെ കസ്റ്റഡിയിലാണ് പേഴ്സൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇതെനിക്ക് ഭയങ്കര മെമ്മറബിളായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. എൻ്റെ ബെസ്റ്റി തന്നാണ് കേട്ടോ. അപ്പം ആളുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരിക്കലും കളയില്ല. ആൾ ജീവനോടെ ഇല്ല, മരിച്ചുപോയി. അപ്പം മരിച്ചിട്ട് 3 വർഷമായി. അതുകൊണ്ട് ഞാനിതൊരിക്കലും കളയില്ല, സൂക്ഷിച്ച് വയ്ക്കും. നമുക്ക് പേഴ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇത് ഏതറ്റത്തുനിന്ന് തുടങ്ങും ദൈവമേ. ഗൈസ് കാണിച്ചു തരാം. നിങ്ങൾ ഓരോന്നായിട്ട് ഒരുപാട് പേപ്പറുകൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഗൈസ്. ഇതുണ്ടോ, ഒന്നുമില്ല. മിനി മുത്തൂറ്റിൽ പണയം വെച്ചതിൻ്റെ റെസിപ്റ്റാണ്. പണയം എടുക്കണമെങ്കിൽ അതുകൊണ്ട് ചെല്ലണം. എൻ്റെ കമ്മൽ പണയത്തിലാണ് ഗൈസ്. അതിൻ്റെ റെസിപ്റ്റാണത്. പിന്നെ ഇത് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ ആൻറ്റിബയോട്ടിക്കിനെ കുറിച്ച് തന്ന പ്രിസ്ക്രിപ്ഷനാണ്. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് അവർ മരുന്ന് തരത്തില്ല. ഇതും അത് തന്നെയാണ് ഗൈസ്. പല തവണയായിട്ട് പറ്റിയപ്പം ഡോക്ടർ കുറിച്ചിരുന്നതാണ് നമുക്ക് മരുന്നിന്. അപ്പം ഞാനിങ്ങനെ കുറിച്ച് മേടിച്ചുകൊണ്ട് പോകും. അത് മരുന്നിൻ്റെ വെരിക്കോസ് ഉണ്ട്, അതിന് മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷനാണ്. ഇത് എൻ്റെ അമ്മാവനാണ് കേട്ടോ. അമ്മാവൻ മരിച്ചുപോയി. അപ്പം അമ്മാവൻ്റെ ഓർമ്മയ്ക്ക് ഞാനിത് കയ്യിലുണ്ട്. പിന്നെ നമ്മുടെ പള്ളിയിൽ കുറേ കോയിൻ വേറെ ഉണ്ട്. ഇത് 17 രൂപയുടെ കോയിനുണ്ട് കേട്ടോ. എന്തിനാണ് കോയിൻ കൊണ്ട് നടക്കുന്നത് വെച്ചാൽ നമ്മൾ ബസ്സിലൊക്കെ കയറുമ്പം ടിക്കറ്റ് എടുക്കാൻ നേരത്ത് കണ്ടക്ടർ വന്നിട്ട് 2 രൂപ 3 രൂപ എന്നൊക്കെ ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പേഴ്സിലിട്ടേക്കുന്നതാണ്. ഒരു റബ്ബർ ബാൻഡ് എന്തിന് വെച്ചതാണെന്ന് ഇപ്പോഴും അറിയത്തില്ല. എന്തായാലും കിടക്കട്ടെ, എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ. പിന്നെ എൻ്റെ ATM കാർഡ്, ATM കാർഡാണ്. എൻ്റെ യൂണിയൻ ബാങ്കിൻ്റെ ATM കാർഡാണ് കേട്ടോ. എൻ്റെ
പൈസകളുടെ പരിപാടികളെല്ലാം യൂണിയൻ ബാങ്ക് വഴിയാണ്. അത് ബാങ്ക് അക്കൗണ്ട് മാത്രമാണ് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ ബസ് ടിക്കറ്റായിരുന്നു, അതൊക്കെ മാഞ്ഞു പോയി, ഏതോ കാലത്ത് വെച്ചതാണ്. ഇത് അടുത്ത ബസ് ടിക്കറ്റ്. ഇത് ഫുള്ള് ബസ് ടിക്കറ്റുകളാണ് ഗൈസ്. ഒന്നും കളയത്തില്ല. കളയാതെ വയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇടയ്ക്ക് ബസ്സിൽ ചെക്കർമാരൊക്കെ കയറുമല്ലോ, അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ടിക്കറ്റ് ചോദിക്കുമല്ലോ, അതുകൊണ്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അത് കളയൊന്നുമില്ല, അവിടെ ഇരിക്കും. ഏതെങ്കിലും ഒരു കാലത്ത് ഇതെല്ലാം കൂടെ വാരിക്കൂട്ടി കളയും. ഇതെല്ലാം ബസ് ടിക്കറ്റാണ് കേട്ടോ. പിന്നെ എൻ്റെ മരുന്ന് ഗുളിക. ഈ ഗുളിക ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാനേ പറ്റത്തില്ല. എൻ്റെ സന്തത സഹചാരിയാണ് കേട്ടോ ഗുളിക. ഇത് കാല് വെരിക്കോസിന് വേദന വരുമ്പം, വെരിക്കോസിൻ്റെ വേദനയല്ല, ഏത് വേദനയ്ക്കും കഴിക്കാം, പക്ഷേ എനിക്ക് ഈ ഗുളികയാണ് വേദനയുടെ നല്ല എഫക്റ്റീവായിട്ട് തോന്നിയത്. ഇതൊരെണ്ണം കഴിക്കും വേദന വരുമ്പോൾ, ഇല്ലാണ്ട് പറ്റത്തില്ല. മരണ വേദനയാണ്. പിന്നെ നമ്മുടെ അസക്ലോഫെനാക് ആണ് കേട്ടോ. ഇതധികം കഴിക്കാൻ പാടില്ല, പക്ഷെ ഇത് കഴിക്കാണ്ട് എനിക്ക് പറ്റത്തുമില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കണം. ഡോക്ടർ കഴിക്കരുതെന്ന് പറയും, പക്ഷെ നമുക്ക് ഭയങ്കര വേദന വരുമ്പോൾ കഴിക്കാതെ പറ്റത്തില്ല. പിന്നെ എൻ്റെ ബെസ്റ്റിയുടെ ഫോട്ടോ കളയില്ല കേട്ടോ. ഇങ്ങനെ പണ്ട് അടിച്ചു മാറ്റിയ ഫോട്ടോയാണ്. ആൾ മരിച്ചു കേട്ടോ. ആൾ തന്ന ഗിഫ്റ്റാണിത്. ആകെപ്പാടെ ഓർമ്മയ്ക്കായിട്ട് ആ ഫോട്ടോയും ഈ ഒരു കീ ചെയിനും മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ, അതുകൊണ്ട് ഞാനതൊന്നും കളയത്തില്ല. പിന്നെ ഒരു ഗുളിക. ഇതൊരു ഗുളികയാണ് കേട്ടോ. ഇതിൻ്റെ രണ്ടെണ്ണം കൂടി ഉണ്ട് കഴിക്കാൻ, പിന്നെ കഴിച്ചില്ല. ഗുളിക വേറെ മാറി തന്നോണ്ട്, ഡോക്ടർ വേറെ ഗുളിക തന്നുകൊണ്ട് കഴിച്ചില്ല, അതുകൊണ്ട് പിന്നെ അത് അവിടെ തീർന്നു. ഗൈസ്, ടവൽ. ഇതെപ്പോൾ എവിടെ പോയാലും കയ്യിൽ കാണും. അടുത്ത ഗുളിക കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. ഗുളിക ഒക്കെ വെരിക്കോസിൻ്റെ ഗുളികകളാണ് കേട്ടോ. കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഇത് ഫുള്ളും വെരിക്കോസിന് കളിക്കാൻ ഗുളികയാണ്. ഇതുണ്ടോ, വെരിക്കോലൈറ്റ്, വെരിക്കോസിൻ്റെ ഗുളികകളാണ്. പിന്നെ ഇതും കഴിക്കുന്ന ഗുളികയാണ്. എപ്പോഴും ഞാൻ കൂടെ കൊണ്ട് നടക്കും കേട്ടോ. ഞാനിപ്പോൾ വീട്ടിലായതുകൊണ്ട് പോന്നപ്പോൾ എടുത്തുകൊണ്ട് വന്ന. പിന്നെ ഒരു ലിപ് ബാമുണ്ട്. എപ്പോഴും ലിപ് ബാമാണ്, ജ്യൂസിയുടെ ലിപ് ബാമാണ്. മേടിച്ചിട്ട് കുറേ ആയി. ലിപ് ബാമുണ്ട്. പിന്നെ അതാ വീണ്ടും ഒരു റബ്ബർ ബാൻഡ്. എവിടെ നിന്ന് വരുന്ന ഈ റബ്ബർ ബാൻഡെല്ലാം? പിന്നെ കാണിച്ചു തരാം ഗൈസ്, എല്ലാം കാണിച്ചു തരാം. എൻ്റെ പൊന്നിതുണ്ടല്ലോ ഒരുപാട്. എന്തോന്നിട്ടില്ലേ, സ്റ്റേഷനറി കട മാതിരി. നിങ്ങൾ ഈ പേര് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഡോക്ടർ മനോജ് ജോൺസൺ, യൂട്യൂബറാണ്. യൂട്യൂബിലൊക്കെ എപ്പോഴും വീഡിയോ ഒക്കെ ആയിട്ട് തന്നെ ഡോക്ടറാണ്. ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ മരുന്ന് മേടിക്കുന്നത്. ജോൺ മരിയൻ വെൽനസ് ക്ലിനിക്, തൃശ്ശൂരിൽ നിന്നാട്ടോ ഞാൻ മരുന്ന് മേടിക്കുന്നത്. ഇതെനിക്ക് ലിവർ ഫങ്ഷൻ നോക്കാൻ പറഞ്ഞ് ഡോക്ടർ കുറിച്ച് തന്നതാണ്. നോക്കി, കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ഡയറ്റ് പറഞ്ഞു ഗൈസ്, വെരിക്കോസ് കുറയാൻ വേണ്ടിയിട്ട് ഡയറ്റ് പറഞ്ഞാണ്. ലോ പ്രോട്ടീൻ ഡയറ്റാണ് കേട്ടോ. ഏറെക്കുറെ ഇതുപോലെയൊക്കെ തന്നെയാണ് പോണേ, പട്ടിണിയാണ്, ഒന്നും തിന്നത്തില്ല. പിന്നെ ഇതൊക്കെ അവിടെ നിന്ന് മരുന്ന് മേടിച്ചതിൻ്റെ ബില്ല്. ഇത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനാണ് കേട്ടോ. നമ്മൾ ഓരോ തവണ ചെല്ലുമ്പോഴും ഈ പ്രിസ്ക്രിപ്ഷൻ അവിടെ കാണിക്കണം. ഇത് നമ്മൾ അവിടെ നിന്ന് മരുന്ന് വാങ്ങിയതിൻ്റെ ബില്ലാണ് കേട്ടോ. മരുന്ന് വാങ്ങിയതിൻ്റെ ബില്ലാണ്. ഒത്തിരി ഒന്നുമില്ല, 1639 രൂപയുടെ ബില്ല്. ഇതുപോലെ എത്രയോ 1639 അവിടെ കൊടുക്കാൻ കിടക്കുന്നു. ഇതും അവിടുത്തെ പ്രിസ്ക്രിപ്ഷനാണ്. പിന്നെന്താ, ഇത് നമ്മളെ വെരിക്കോസ് കാല് വേദനയായിട്ട് നമ്മൾ സ്കാൻ ചെയ്തായിരുന്നു. സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഡോക്ടർ എവിടെയെങ്കിലും പോയാൽ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കേണ്ടി വന്നാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ ആദ്യം പോയി സ്കാൻ ചെയ്തതാണ്. കാണാവോ, ന്യൂ അൽമ ഹോസ്പിറ്റൽ, മണ്ണാർക്കാട്, പാലക്കാട് നിന്ന് സ്കാൻ ചെയ്തതാണ്. അതാണ് കേട്ടോ ആ തുടക്കം. പിന്നെ അത് കൊണ്ടിരുന്നു. ഇത് നമ്മൾ തൃശ്ശൂർ ജൂബിലി മിഷനിൽ സ്കാൻ ചെയ്തതിൻ്റെ സ്കാനിങ് റിപ്പോർട്ടൊക്കെയാണ് കേട്ടോ.
അവർ വെരിക്കോസെന്ന് സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളാണിത് ഫുള്ളും. ഓക്കെ, ഇതൊക്കെ അവർ വെരിക്കോസാണെന്നുള്ളതിൻ്റെ സ്കാൻ ചെയ്തതിൻ്റെ റിപ്പോർട്ടുകളാണ്. ആധാർ കാർഡ് ഇതെന്താ ചുമ്മാ ഒന്നുമില്ല, F4 പേപ്പറാണ് ഇത്. ഇത് നീതി ലാബിലെ നമ്മൾ ലിവർ ഫങ്ഷൻ നോക്കിയതിൻ്റെ റിസൾട്ടാണ് കേട്ടോ. എന്താ ഇത് വരുന്നില്ല. നീതി ലാബിൽ ലിവർ ഫങ്ഷൻ നോക്കിയതിൻ്റെ കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ESR ശകലം കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ ബാഗ് കാലിയായി. പിന്നെ ഈ കുഞ്ഞു പേഴ്സ് കാണിച്ചില്ലായിരുന്നല്ലോ. ഇങ്ങനെ ഒരു കുട്ടി പേഴ്സ് കൂടെ ഉണ്ട് കേട്ടോ. ഇതെൻ്റെ മണി പേഴ്സാണ് കേട്ടോ. എൻ്റെ പൈസ ക്യാഷ് ബാക്കില്ല, അങ്ങോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ, ഇങ്ങോട്ടില്ല. ക്യാഷ് ബാങ്ക് പോലെ. പിന്നെ ഇതിൽ നിറച്ച് കോയിൻസ് ഉണ്ട് കേട്ടോ, നിറയെ കോയിനുണ്ട്. പിന്നെ കോയിൻ എത്ര ഇന്നലെ പൊന്നു എണ്ണിയായിരുന്നു, 67. കറക്റ്റായിട്ട് അവൾക്കറിയാം. അവൾ ഇന്നലെ ഇതെല്ലാം കൂടെ പറക്കിയിട്ട് എണ്ണുമായിരുന്നു. 67 രൂപയുടെ കോയിൻ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ 17 രൂപ നമ്മുടെ മറ്റേ പേഴ്സിലുണ്ട്, ഇരിക്കട്ടെ. പിന്നെ ഒരു 110 രൂപ പാപ്പര, ഒന്നുമില്ല, 110 രൂപ ഉള്ളൂ, തീർന്നു. 110 രൂപ ഇതിലാട്ടോ പൈസ വയ്ക്കുന്നത്. പൈസ മാത്രമേ ഇതിൽ വയ്ക്കുള്ളൂ, ഇതിൽ വേറെ ഒന്നും വയ്ക്കില്ല. പിന്നെ നമുക്ക് ബസ്സിലൊക്കെ കയറുവാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ എളുപ്പത്തിന് ഇതിലാണ് ഞാൻ പൈസ വയ്ക്കുന്നത്. പിന്നെ ഗൈസ് ഇതെന്ന് വെച്ചാൽ നമുക്കിതിൽ നമ്മുടെ ATM കാർഡ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്താണ് സൂക്ഷിച്ച് വയ്ക്കുന്നത്. ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ മൈ ഫാദർ, എൻ്റെ പാപ്പയുടെ ഫോട്ടോ ഉണ്ട്. പിന്നെ ഗൈസ് എൻ്റെ അനിയൻ്റെ ഫോട്ടോ ഉണ്ട്. പിന്നെ ഇതാ 1 രൂപയുടെ നോട്ടാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ 2 രൂപയുടെ നോട്ടുണ്ടായിരുന്നു, അതെൻ്റെ അനിയൻ എടുത്തു, അവന് കൊടുത്തു. അവന് ചോദിച്ചിട്ട് അവന് കൊടുത്തു. കണ്ടോ, ഇതെല്ലാം കൂടി നമുക്കിങ്ങനെ ഇതിൽ സൂക്ഷിക്കാം. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസാണ്. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. നമ്മുടെ വോട്ടർ ID കാർഡുണ്ട്. SBIയുടെ ATM കാർഡുണ്ട് കേട്ടോ. SBIയുടെ ATM കാർഡുണ്ട്. നമുക്ക് അങ്ങനെ തന്നെ വയ്ക്കാം. ഇതെല്ലാം മിസ്സായി പോകും, അല്ലെങ്കിൽ നമ്മളെല്ലാം ഇതിൽ നിന്ന് തന്നെ നമുക്ക് പെറുക്കിയെടുക്കാം. ഇത് അമ്മ ഒരു കമ്മൽ കളറടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മേടിക്കാൻ പറഞ്ഞു, അതിൻ്റെ ഇത് തന്നാണ്. പിന്നെ ഇതിൽ പാൻ കാർഡ്, ആധാർ കാർഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെച്ചേക്കണം കേട്ടോ. ഒറിജിനൽ ഇങ്ങനെ കൊണ്ടുനടപ്പില്ല, ഡ്യൂപ്ലിക്കേറ്റ് ആകുമ്പോൾ പോയാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ MOSC മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കോലഞ്ചേരിയിലെ നമ്മുടെ അഡ്മിഷൻ കാർഡാണ് കേട്ടോ. പിന്നെ വീണ്ടും എൻ്റെ ആധാർ കാർഡ്. എനിക്ക് ഒരുപാട് ആധാർ കാർഡുണ്ട് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ഓരോ തവണ തിരുത്ത് വരുത്തുമ്പോൾ നമുക്ക് ഓരോ ആധാർ കാർഡ് പോസ്റ്റ് വഴി വീട്ടിലോട്ട് വരും. അങ്ങനെ വന്ന് 3 ആധാർ കാർഡുണ്ട്. ഇപ്പം നമ്മൾ പുതുക്കാൻ കൊടുത്തിട്ടുണ്ട്, അതും വരുമ്പോൾ 4 ആകും. എന്തിനാണോ ഇതൊക്കെ, ആധാർ ഇല്ലാണ്ട് പറ്റത്തില്ലല്ലോ. പിന്നെ ഇത് പൊന്നൂൻ്റെ കുഞ്ഞിലത്തെ ആധാർ കാർഡാണ് കേട്ടോ. പൊന്നൂൻ്റെ ചെറിയ കുഞ്ഞായിരുന്നപ്പോഴത്തെ ആധാർ കാർഡാണ്. അപ്പോൾ വലിയ മാറ്റി ആധാർ കാർഡാക്കി. ഇത് നമ്മുടെ മണ്ണാർക്കാട് ന്യൂ അൽമ ഹോസ്പിറ്റലിലെ അഡ്മിഷൻ കാർഡാണ്. എവിടെയൊക്കെ ആശുപത്രി ഉണ്ടോ അവിടെയൊക്കെ അഡ്മിഷൻ കാർഡുണ്ട്. അത് കഴിഞ്ഞു. അടുത്ത കാർഡ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ജൂബിലി മിഷനിലെ അഡ്മിറ്റ് കാർഡാണ്. ഇത് നമ്മൾ സർപ്പക്കാവ് പാതിരിക്കുന്നത്ത് മന അവിടെ പോയതിൻ്റെ കേട്ടോ. ചെർപ്പുളശ്ശേരിയിലാണ്, അവിടെ ഒരു വഴിപാട് കഴിക്കാൻ പോയതാണ്. അതിൻ്റെ അവിടുത്തെ ഒരു കാർഡാണ്. പിന്നെ ഇത് നമ്മൾ മുട്ടത്ത് ആശുപത്രിയിലെ കാർഡാണ്. പിന്നെ ഇതെൻ്റെ ICIC ബാങ്കിലെ ATM കാർഡാണ്. കാലാവധിയൊക്കെ കഴിഞ്ഞു, അക്കൗണ്ട് ഇപ്പോൾ ആക്റ്റീവല്ല.
പിന്നെ ഇതേതോ മൊബൈൽ ഗാലറി എന്ന് പറഞ്ഞൊരു കടയുടെ ഇതാണ് കേട്ടോ, കടയുടെ കാർഡാണ്. അതേ വീണ്ടും ഒരു ബസ് ടിക്കറ്റ്. ഇത് പിന്നെ നമ്മൾ പൈസ അയച്ചു കൊടുത്തതിൻ്റെ ഒരു ബാങ്കിൽ ചെല്ലാൻ റെസിപ്റ്റാണ്. പിന്നെ വീണ്ടും ഒരു 2 രൂപ കാണുന്നുണ്ടോ, 2 രൂപയുടെ നോട്ട്. ഇത്രയൊക്കെ സാധനങ്ങളാണ് എൻ്റെ പേഴ്സിൽ ബാഗിൽ ഉള്ളത്. ഈ ബസ് ടിക്കറ്റൊക്കെ ഇനിയാണ് കേട്ടോ എടുത്ത് കളയാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യത്തിനാണ് ഈ ബാഗ് തുറക്കുമ്പോഴാണ് ഈ ബസ് ടിക്കറ്റുകളൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ എടുത്ത് കളയുന്നത് കേട്ടോ ബസ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ബാഗിലുള്ളത്. അപ്പം നമുക്ക് ഇന്നത്തെ വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന സെഗ്മെൻറ്റ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ബൈ. നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, അവരോടും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.